എനിക്കിതുവരെ ഫീൽ ചെയ്തിട്ടില്ല. നമുക്ക് എന്തായാലും സാധാരണ ജനങ്ങളോട് ചോദിക്കാം, ഈ GSTയുടെ നിരക്ക് കുറഞ്ഞത് അവരെ ബാധിച്ചിട്ടുണ്ടോ, അവർക്ക് തന്നെ ഗുണം ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം. അവിടെ സാധാരണ വേണം നിലയ്ക്ക് ചേട്ടൻ എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? ആ അപ്പം ഏകദേശം 30% കച്ചവടം കുറഞ്ഞു. 500 ഒരു കിലോയ്ക്ക്. ഇപ്പൊ ഇത്തിരി വ്യത്യാസം ഉണ്ടെന്ന് പറയാനേ ഉള്ളൂ, അല്ല നല്ല വ്യത്യാസമൊന്നും ആയില്ല. നമസ്കാരം. GSTയുടെ നിരക്കുകൾ കുറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചതാണ്. അദ്ദേഹം പറഞ്ഞു സാധാരണ ജനങ്ങളിലേക്ക് ഈ GSTയുടെ ആനുകൂല്യം ലഭിക്കും, വില കുറയുമെന്നൊക്കെ അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ എനിക്കറിയില്ല, ഞാനിപ്പോഴും വാങ്ങുന്നത് എനിക്ക് 75 രൂപയും, ഞാൻ വാങ്ങുന്ന വെളിച്ചെണ്ണയ്ക്ക് 440 രൂപയും, ഞാൻ വാങ്ങിക്കുന്ന പിന്നെ ചപ്പാത്തിക്ക് 50 രൂപയും 40 രൂപയും, ദോശമാവിന് 50 രൂപയൊക്കെയാണ്. എനിക്കിതുവരെ ഫീൽ ചെയ്തിട്ടില്ല. നമുക്ക് എന്തായാലും സാധാരണ ജനങ്ങളോട് ചോദിക്കാം, ഈ GSTയുടെ നിരക്ക് കുറഞ്ഞത് അവരെ ബാധിച്ചിട്ടുണ്ടോ, അവർക്ക് തന്നെ ഗുണം ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം. ഈ പറയുന്ന ടാറ്റ പോലുള്ള കമ്പനി, മാരുതി പോലുള്ള കമ്പനികളിലൊക്കെ സ്വിഫ്റ്റ് കാറിനൊക്കെ 1 ലക്ഷം രൂപ കുറയ്ക്കുമെന്നൊക്കെ പറഞ്ഞു. സ്വിഫ്റ്റ് കാർ ഒന്നുമില്ല നമ്മുടെ വിഷയം. നമ്മുടെ ആഹാരമാണ്, നമ്മുടെ യാത്രയാണ്, നമ്മുടെ മറ്റു കാര്യങ്ങളൊക്കെയാണ്. ഒരു സാധാരണ കോമൺ മാന് എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടോ എന്ന് നോക്കാം. ചേട്ടാ, GSTയുടെ നിരക്ക് കുറച്ചെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. അതുകൊണ്ട് ഒരു കോമൺ മാൻ, ഒരു സാധാരണ മാൻ നിലയ്ക്ക് ചേട്ടൻ എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? എനിക്കിതുവരെ അങ്ങനെ ഉപയോഗം ഉണ്ടായിട്ടില്ല. കാരണം വളരെ നിസ്സാരപ്പെട്ട കാര്യത്തിൽ മാത്രം 1-2 രൂപ കുറച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരും വരെ കുറച്ച് വന്നില്ല. മറ്റേ സ്റ്റോക്ക് തീർന്നേ കുറച്ച് വരുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അല്ല, നമുക്കിപ്പോൾ ആവശ്യം തേങ്ങയാണ്, വെളിച്ചെണ്ണയാണ്, മാവാണ്, പിന്നെ ചപ്പാത്തി, ഇതൊക്കെ നമുക്ക് വേണ്ടത്. ഇതിന് വല്ല എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? അതിലൊന്നും വലിയ മാറ്റം ഇതുവരെ വന്നില്ല. അപ്പോൾ അവർ പറയുന്നത് ഇരിക്കുന്ന സ്റ്റോക്ക് മാറിയതിന് ശേഷം വില കുറച്ച് വരുമെന്ന് പറഞ്ഞു. അങ്ങനെയല്ല, ഉടനടി വരുന്നത് പ്രധാനമന്ത്രി പറഞ്ഞത്. നേരത്തെ പറഞ്ഞിരിക്കുന്നത്. അപ്പം അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് അതിനെ മാറ്റി തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ 1-ം ഘട്ടം മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ പറയുന്നത്. അതെ, അത് വന്നിട്ടില്ല. കാരണം ഇതിൽ മാരുതി കാരനോ ടാറ്റയുടെ കാരനോ വില കൊണ്ട് നമുക്ക് കാര്യമൊന്നുമില്ല. അതില്ല. അപ്പോൾ അടുത്ത ആഴ്ച അത് ലെവലായി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി വേറെ ഒന്നും അറിയാൻ വയ്യ. ചേട്ടന്റെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചോ? വില കുറഞ്ഞുവല്ലോ? വില കുറഞ്ഞ ചേട്ടൻ നിത്യാഭ്യാസമാണ്. അരി, വെളിച്ചെണ്ണ, തേങ്ങ, പച്ചക്കറി, ഇതെന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഒന്നും ഉണ്ടായിട്ടില്ല. സാധാരണക്കാരുടെ ജീവിത നിലവാരത്തിലും ജീവിത വിലക്കുറവ് മാറ്റം വരുമെന്ന് പറയുന്നത് എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? അല്ല, എന്തെങ്കിലും വിലക്കുറവ് ചേട്ടൻ നിത്യോപയോഗ സാധനങ്ങൾ എന്തെങ്കിലും വിലക്കുറവുണ്ടായിട്ടുണ്ടോ? ആണോ? അപ്പൊ 1-ം ഘട്ടം പൂർത്തിയായി, 2-ം ഘട്ടം ഉടനെ വരും എന്ന് പറയുന്നത്. ഇതുവരെ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? പാലല്ല, പാൽ ഉൽപ്പന്നങ്ങൾ കുറവെന്ന് പറയുന്നു. വാങ്ങിക്കുമ്പോൾ അന്നും പൈസ വാങ്ങി ആ പൈസ തന്നെ എപ്പോഴും വാങ്ങിക്കുന്നതാണ്. ശരി. ചേട്ടന്റെ ലൈഫിൽ, ചേട്ടന്റെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? ഇതുവരെ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എൻ്റെ ജീവിതത്തിൽ ഇപ്പം മാറ്റമല്ല, കഷ്ടപ്പാടാണ് തുടങ്ങിയത്. കാരണം 28% ആയിരുന്ന ടോട്ടലിയുടെ GST 40 ആക്കി. അപ്പം ഏകദേശം ഒരു 30% കച്ചവടം കുറഞ്ഞു. ആ നേട്ടമാണ് എനിക്കുണ്ടായിട്ടുള്ളത്. ഇതുകൊണ്ട് അല്ലാതെ ഒരു നേട്ടം ഇതുവരെ ഉണ്ടായിട്ടില്ല. നിങ്ങൾ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന സാധനങ്ങളൊക്കെ ഒരു സാധനത്തിന്റെ വിലയും കുറഞ്ഞില്ല. ഇപ്പൊ 2 രൂപ കുറഞ്ഞു തന്ന പഴത്തിന്റെ ഇപ്പൊ 5 രൂപ കൂടി. ഇത്രയേ ഉള്ളൂ. 5 രൂപ കൂടി. അത് തന്നെയാണ് ഉണ്ടായ മാറ്റം. എന്ന് പറഞ്ഞാൽ കൂടിയിട്ടേ ഉള്ളൂ, കുറഞ്ഞിട്ടില്ല ഇതുവരെ ഒന്നും. വിലക്കുറവൊന്നുമില്ല. ചെറിയ വിലക്കുറവ് അതും ഇല്ല എന്നേ പറയാൻ പറ്റും. അനുഭവപ്പെടുന്നില്ല വിലക്കുറവൊന്നും? അനുഭവമായിട്ട് തോന്നുന്നില്ല. ഓക്കെ. അട്ടപ്പുഴ 210 നേരത്തെ. ഇപ്പൊ ചില കടയിൽ 230, ചില 220. പറഞ്ഞിട്ടില്ല. ചേച്ചിയുടെ ദൈനംദിന ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും വിലക്കുറവ് ഫീൽ ചെയ്യാനുണ്ടോ? ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഒരു വിലക്കുറവില്ല. പഴയ വിലയാണോ, കൂടിയിട്ടുണ്ടോ, കുറഞ്ഞിട്ടുണ്ടോ? പ്രത്യേകിച്ച് സാധനമൊന്നും വാങ്ങിക്കാൻ പോയില്ല GST വന്നതിന് ശേഷം. എങ്കിലേ അറിയാൻ പറ്റുള്ളൂ. ഒന്നും അറിയത്തില്ല. നല്ല വ്യത്യാസം വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഒന്നും വാങ്ങാൻ പോയില്ലെങ്കിലല്ലേ അറിയുള്ളൂ. അത് വന്നിട്ട് കുറെ നാളായി. കുറെ നാളൊന്നുമില്ല, അടുത്ത ദിവസം വന്നതല്ലേ. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയുള്ള ഒന്നും വാങ്ങിച്ചില്ല. റേഷൻ കടയിൽ അരി വാങ്ങിക്കും. അപ്പം അതിലൊക്കെ പിന്നെ എന്തൊരു GST പറയാം. 10 രൂപ മീൻ എന്തെങ്കിലും വാങ്ങിക്കും, അതിലൊന്നും ഒരു GST ഇല്ല. എന്തെങ്കിലും വില കുറവല്ലോ ഫീൽ ചെയ്തോ? വെളിച്ചെണ്ണയ്ക്കൊക്കെ 400 സംതിങ്. ഞാൻ വെളിച്ചെണ്ണ വാങ്ങാനുള്ള പാമോയില ഉപയോഗിക്കാറുള്ളത്. വെളിച്ചെണ്ണ വാങ്ങിയുള്ള കാശ് നമ്മളില്ല. വെളിച്ചെണ്ണ വാങ്ങിച്ചപ്പോഴത്തേക്ക് 220, 400 രൂപ, 440 രൂപ, 450 രൂപ ഉണ്ട് വെളിച്ചെണ്ണയ്ക്ക്. 1 കിലോ വെളിച്ചെണ്ണ വാങ്ങിക്കാൻ വേണ്ടി അപ്പുറത്ത് കളരിക്കാരിൽ ഇപ്പം ഇങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഒരു മാറ്റം GSTയുടെ ഒരു മാറ്റം കിട്ടുന്നില്ല. ഇതുവരെ അനുഭവത്തിൽ വന്നില്ല. നമുക്ക് വന്നാലേ അറിയാൻ പറ്റൂ. ഒരുപാട് ഉപയോഗം വരുമെന്നാണ് പറയുന്നത്. 1-ം ഘട്ടം പൂർത്തിയായെന്നാണ് പറയുന്നത്. 2-ം ഘട്ടം വരാറുണ്ട്. 1-ം ഘട്ടം കഴിയുമ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണയ്ക്ക് എത്ര കൊടുക്കുന്നു? വെളിച്ചെണ്ണയ്ക്ക് എത്ര കൊടുക്കുന്നത്?
അത് നമ്മളറിയില്ല, അത് വീട്ടുകാരല്ലേ. ഇത് സ്ത്രീകളെ ചോദിച്ചാൽ പറയും ഭർത്താവ് വാങ്ങി, ഭർത്താവ് ചോദിച്ചാൽ സ്ത്രീകൾ വാങ്ങുമെന്ന്. നിങ്ങളൊന്ന് അന്വേഷിക്കാറില്ലേ? അത് നമ്മുടെ വീട്ടിലാണ് നമ്മൾ ഇടപെടാറ്. 500 1 കിലോയ്ക്ക്. ഇപ്പൊ ഇത്തിരി വ്യത്യാസം ഉണ്ടെന്ന് പറയാനേ ഉള്ളൂ, അല്ല നല്ല വ്യത്യാസമൊന്നും ആയില്ല. അപ്പം നമ്മുടെ പൊതുജീവിതത്തിൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വില കുറയുന്നൊക്കെ പറയുന്നു. സർക്കാർ 1-ാം ഘട്ടം പൂർത്തിയായി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. ചേട്ടൻ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? വലിയ വ്യത്യാസമൊന്നും തോന്നില്ല. ഇല്ല, നിരപ്പ് പ്രഖ്യാപിച്ചേ ഉള്ളൂ. കടക്കാരൊന്നും ആ നില 1-ാം ഘട്ടം പൂർത്തിയായെന്നാ പറയുന്നത്. പൂർത്തിയായിക്കുള്ളൂ. കടക്കാർക്ക് പഴയ വില തന്നെ ഇപ്പൊ ഇവിടങ്ങളിലൊക്കെ കൊടുക്കണം, അതേ രീതിയിൽ തന്നെ കൊടുക്കണം. ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ഫീൽ ചെയ്തില്ല. ജനങ്ങൾ അത്ര ഫീൽ ചെയ്തായിട്ട് തോന്നുന്നില്ല. നമ്മളും ഞാനും ഇന്നലെ ചെന്നപ്പോൾ അത് MRP പൈസ തന്നെ അവരെടുത്തു. കുറവൊന്നുമില്ല. ഞാൻ ചോദിച്ചേ ചെയ്തു കടയിൽ, അത് പഴയ വിലയാണെന്നൊക്കെ പറഞ്ഞു വിട്ടവര്. പലയിടത്തും ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. നമ്മൾ ഇറങ്ങി നാട്ടുകടയിലേക്ക് ഇറങ്ങും നമ്മള്. കാരണം വെച്ചാൽ ഇങ്ങനെ കേന്ദ്ര സർക്കാർ കൊട്ടിക്കോഴിച്ച് പറഞ്ഞിട്ട് ആ ഒരു ഗുണം നമുക്ക് കിട്ടണ്ടേ? നമുക്ക് കിട്ടുന്നില്ല. ഈ ടിയാവോ കാറിനും മാരുതിക്കും പിന്നെ ടാറ്റയ്ക്കൊക്കെ വില കുറച്ച് നമുക്ക് ഒരു കാര്യമില്ല. നമുക്ക് വേണ്ടത് അരി, പലവ്യഞ്ജനം, പച്ചക്കറി, എണ്ണ, ഇതൊക്കെ വില കുറയണം. ഇതൊക്കെ വില കുറയണം എങ്കിൽ നമുക്ക് പറ്റുകയുള്ളൂ. അതുകൊണ്ടൊരു ഗുണം സാധാരണ കടകളുണ്ട്. ഇത് വന്നിട്ടില്ല. ഇതാണ് കാര്യം കൊട്ടിഘോഷിച്ച് എല്ലാ കേന്ദ്ര സർക്കാരൊക്കെ ഈ പറഞ്ഞു. GST കുറയുന്നു, വില കുറയും, സാധാരണക്കാർക്ക് എഫക്റ്റ് എന്ന് പറയുന്നു. നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ചു 1-ാം ഘട്ടം പൂർത്തിയായെന്ന്. പക്ഷേ സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങി ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അറിയാമെങ്കിൽ അവർക്കൊന്നും യാതൊരു ബലവും കിട്ടിയിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിലക്കുറവിൻ്റെ ഗുണം, ഒരു ഫീൽ, ഒരു അനുഭവം ഒന്നും സാധാരണക്കാരിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള വാസ്തവം. അത് മാത്രമല്ല ഈ വൻകിട കച്ചവടക്കാർക്കൊക്കെ ഈ പറയുന്ന വില കൂട്ടി വില കുറച്ച് വയ്ക്കുന്നൊരു പ്രവണതയൊക്കെ വന്നിട്ടുണ്ട്. ഈ എല്ലാവരും കള്ളത്തരമാണ്. നമ്മളെ ബാലഗോപാലൻ സാറും പറഞ്ഞു ഇത് കച്ചവടക്കാർക്ക് മുതലെടുക്കും, അവർ വില കൂട്ടിയിട്ട് വില കുറച്ച് വയ്ക്കും എന്നൊക്കെ പറഞ്ഞായിരുന്നു. അതെല്ലാം വാസ്തവമായിട്ട് വരികയാണ്. കാരണം വെച്ചാൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇതിൻ്റെ ഗുണഫലങ്ങൾ എത്തിയിട്ടില്ല ഇതുവരെയായിട്ട്. അന്വേഷിപ്പോൾ അതാ കണ്ടെത്താൻ കഴിഞ്ഞത്. മാരുതിക്കാരനും ടാറ്റാക്കാരനും വില പറഞ്ഞിട്ട് നമ്മളെപ്പോലുള്ള പാവങ്ങൾക്ക് ഒരു ഗുണമില്ല. കുറയേണ്ടത് അരി, പച്ചക്കറി, പലവ്യഞ്ജനം, തേയില, സോപ്പ്, ജീപ്പ്, അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് സാധാരണ ജനങ്ങൾ ഉപയോഗിക്കുന്ന കണക്കാണ് വില കുറയേണ്ടത്. അത് ഇതുവരെ എഫക്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പോഴും ചെല്ലുമ്പോൾ പഴയ MRP അനുസരിച്ചാണ് കാശ് സ്വീകരിക്കുന്നതാണ് നമ്മുടെ പ്രേക്ഷകരൊക്കെ ഞങ്ങളോട് പറഞ്ഞത്. ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം ശ്രീകുമാര സൈനിക.